ഇന്നലെ വന്നിട്ടുള്ളൊരു സർവേയിൽ 3 മുതൽ 5 സീറ്റ് വരെ BJPക്ക് പറയുന്നു. അതിൽ അതിശക്തമായി പറയുന്ന ഒരു സീറ്റാണ് കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് എന്തായാലും ത്രികോണ മത്സരം അല്ല. ശരത്ചന്ദ്ര പ്രസാദിന് അത്ര വലിയ വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത്. രണ്ടുപേരുടെ മത്സരമാണ് വി മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും. കടകംപള്ളി സുരേന്ദ്രൻ 2-3 കാര്യങ്ങൾ പ്രതിരോധത്തിലാണ്. അദ്ദേഹം ഒരു അമ്പലത്തിൽ പോയി അവിടുന്ന് തീർത്ഥം കൊടുത്തു, തീർത്ഥം തറയെ ഒഴിച്ചു കളഞ്ഞു, പോറ്റി അതിനെ ചോദ്യം ചെയ്തു, ആ പോറ്റിയെ അപമാനിച്ചു, പോറ്റി ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നലെ ആ ആത്മഹത്യ ചെയ്തതിൽ കടകംപള്ളി സുരേന്ദ്രന് ഒരു പ്രേരണ ഉണ്ട് എന്നുള്ള നിലയിൽ വലിയ പ്രചരണം അവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ വലുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിലേക്ക് പ്രതിരോധത്തിലായ കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ ഏതോ അമ്പലത്തിലൊക്കെ പോയി തീർത്ഥം വാങ്ങിച്ച് കുടിക്കുകയും ചെയ്തു. എന്തൊരു ഗതികേടാണ് എന്നുള്ളത് മറ്റൊരു കഥ. പിന്നെ ഇന്നലെ ചാനലിൽ പറയുന്ന കേട്ടു, ബൈറ്റ് കൊടുക്കുന്നതോട് ഞാൻ ദേവിയോട് ഭദ്രകാളി ഭയങ്കര ശക്തയാണ്, അതിനേക്കാൾ ശക്തയല്ലേ അയ്യപ്പൻ പണിഞ്ഞാൽ പിന്നെ ഭദ്രകാളി എവിടെ നിൽക്കുന്നു? വളരെ ശക്തനല്ലേ അയ്യപ്പൻ. കാരണം എന്തൊരു പണി പണിയുന്ന ആളാ ഈ തെറ്റ് ചെയ്യുന്നവരോട്, അല്ല ശരി ചെയ്യുന്നവരോടല്ല. അപ്പോൾ അതിൻ്റെ അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ശക്തി എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഭദ്രകാളി ശക്തി ഉണ്ടെന്ന് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം. പക്ഷെ ഭദ്രകാളിക്ക് ശക്തി ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ അവിടെ. എന്തായാലും വി മുരളീധരൻ 5 വർഷമായി അവിടെ തന്നെയുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ കഴക്കൂട്ട ഭാഗത്തെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് വി മുരളീധരൻ ചില ഉറപ്പൊക്കെ കൊടുത്തപ്പോൾ ഉടൻ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു, ഞാൻ 2 മാസം ഞാൻ തിരഞ്ഞെടുത്താൽ 2 മാസത്തിനകം കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നു. 10 വർഷമായി പരിഹരിക്കാത്ത ആളാണ് 2 മാസം കൊണ്ട് പരിഹരിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അവിടെ ചോദിക്കുന്നത് കൊണ്ട്, ഇതൊന്നും എൻ്റെ ചോദ്യമല്ല കേട്ടോ, ജനങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് കടുത്ത പ്രതിരോധത്തിലാണ്. ശബരിമല പ്രതിരോധം, ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിരോധം, ഈ കുടിവെള്ളത്തിൻ്റെ പ്രതിരോധം, പിന്നെ അങ്ങനെ ജാതി വോട്ട്, ഈഴവരുടെ വോട്ട്, കുറേ അധികം വോട്ട് എന്തായാലും ശരത്ചന്ദ്ര പ്രസാദ് പിടിക്കും. പിന്നെ ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലും കുറേ വോട്ട് പിടിക്കും. ഈഴവരുടെ കുറച്ച് വോട്ടും ശരത്ചന്ദ്ര പ്രസാദ് പിടിക്കാൻ സാധ്യതയുണ്ട്. ബാക്കി വോട്ടുകൾ, നായർ വോട്ടുകൾ കൃത്യമായി സ്പ്ലിറ്റായി പോകാൻ സാധ്യതയുണ്ട്. അത് വി മുരളീധരൻ നന്നായി വോട്ട് പിടിക്കും, കടകംപള്ളി സുരേന്ദ്രൻ വോട്ട് കിട്ടും. മുസ്ലിം കമ്മ്യൂണിറ്റി, കുറച്ച് പള്ളിത്തുറ ഭാഗത്തൊക്കെ കുറച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, അവരുടെ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളത് അതിനിർണായകമാണ്. അവരുടെ വോട്ട് UDFന് പോവുകയും, കാര്യം സംസ്ഥാന അടിസ്ഥാനത്തിൽ UDF ആണ് ഒരു മുസ്ലിം ലീഗ്, മുസ്ലിങ്ങൾ കൺസോൾട്ടേറ്റഡ് ആയിട്ട് UDFനോടൊപ്പം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ക്രിസ്ത്യാനികളിൽ നല്ലൊരു വിഭാഗവും UDFനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രോ UDF തെരഞ്ഞെടുപ്പാണ് കാണുന്നത്. അങ്ങനെ മുസ്ലിങ്ങളിലുള്ള നല്ലൊരു വിഭാഗം ശരത്ചന്ദ്ര പ്രസാദിന് പോയാൽ, ഹിന്ദു വോട്ടുകൾ കൃത്യമായി 3ആയി പിരിഞ്ഞാൽ അവിടെ മുരളീധരൻ ജയിക്കും. ഇതെല്ലാം ഇക്വേഷനാണ്. പിന്നെ മറ്റൊരു സാധ്യതയുള്ളത്, ഇപ്രാവശ്യം UDFനെ സംബന്ധിച്ചത് ലാസ്റ്റ് വണ്ടിയാണ്. ഈ വണ്ടി ഇല്ലെങ്കിൽ പിന്നെ ഷോളയാർ വഴി അങ്ങ് പോയാൽ മതി, ഷൊർണൂർ കഴിഞ്ഞങ്ങ് പോയാൽ മതി, പിന്നെ വേറെ കഥ ഇല്ല കേരളത്തിൽ. UDFന് വലിയ സാധ്യതയും ഇല്ലാത്തൊരു രീതിയിലേക്ക് മാറും കാര്യങ്ങൾ. അങ്ങനെ മാറുന്നത് കൊണ്ട് തന്നെ UDFും BJPയുമായൊന്നും പിന്നെ LDFുമായൊന്നും ഒരു അലയൻസ് വരാൻ സാധ്യതയില്ല. നേരത്തെ ആണെങ്കിൽ വരാം, അതിന് BJPയെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ അജണ്ട വെച്ചുകൊണ്ട് UDF LDFും ഒന്നിക്കാനുള്ള സാധ്യത വളരെ വലിയ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും പല സ്ഥലങ്ങളിൽ. ഇപ്പം നേമത്ത് കഴിഞ്ഞ പ്രാവശ്യം കുമ്മനം രാജശേഖരൻ തോറ്റുപോകുന്നതിൻ്റെ ഒരു കാരണം അവസാന ഘട്ടത്തിൽ UDFന് വോട്ടേ ഇല്ലല്ലോ, മുഴുവൻ വോട്ടും LDF പിടിച്ചു. അങ്ങനെയൊന്നും വരാൻ ഒരു സാധ്യതയില്ല. കാരണം ശരത്ചന്ദ്ര പ്രസാദ് അങ്ങനെ ഒരു ആത്മാഹുതിക്കോ ശരത്ചന്ദ്ര പ്രസാദോ കോൺഗ്രസോ കഴക്കൂട്ടത്ത് ശ്രമിക്കുമെന്ന് കരുതുന്നില്ല. അങ്ങനെ ശ്രമിച്ചാൽ അത് ശരത്ചന്ദ്ര പ്രസാദിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും കോൺഗ്രസിൻ്റെ കഴക്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും സംസ്ഥാന അടിസ്ഥാനത്തിൽ UDFൻ്റെ കാര്യങ്ങൾക്കും UDFും ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട്, അങ്ങനെ ഒരു BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ UDFും LDFും തമ്മിൽ ഒരു ഐക്യപ്പെടൽ കഴക്കൂട്ടത്ത് വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല. താരതമ്യേന മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര അപ്രസക്തരുമല്ല സ്ഥാനാർത്ഥികൾ. ശരത്ചന്ദ്ര പ്രസാദും അത്ര മോശം കാൻഡിഡേറ്റ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി 3 പേർ മത്സരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈഴവരുടെ വോട്ട് ശരത്ചന്ദ്ര പ്രസാദ് കൊണ്ടുപോവുകയും നായർ വോട്ട് 2ആയി മറിയുകയും നായർ വോട്ടിലെ കുറച്ച് ഭാഗം ശരത്ചന്ദ്ര പ്രസാദിന് കിട്ടുകയും മുസ്ലിം വോട്ട് ഒന്നാകെ UDFന് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന വേറൊരു സാഹചര്യം അവിടെ ഉണ്ടായാൽ തീർച്ചയായിട്ടും പിന്നെ കടകംപള്ളി സുരേന്ദ്രനെതിരെ
CPM-നകത്ത് ഉരുണ്ടുകൂടിയിട്ടുള്ള വേറൊരു വിഭാഗമുണ്ട്. VK പ്രശാന്തുമായിട്ടൊക്കെ. അതായത് LDF വന്നാൽ ആരാകും മന്ത്രി എന്നൊരു ചോദ്യമുണ്ട്. VK പ്രശാന്തും ജയിച്ച് കടകംപള്ളിയും ജയിച്ചാൽ വീണ്ടും മന്ത്രി ആര് എന്നൊരു ചോദ്യമുണ്ട്. LDF വന്നാൽ, വരൂല്ല എന്നുള്ളതല്ല, വന്നാൽ. ഇതൊക്കെ പൊളിറ്റിക്സ് ആണല്ലോ. പല ഇക്വേഷൻസും പല കാൽക്കുലേഷൻസും വെച്ചിട്ടാണല്ലോ രാഷ്ട്രീയ നേതാക്കൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ CPM-നകത്തുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ വളരെ കൃത്യമായി കടകംപള്ളി സുരേന്ദ്രനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ്, നമ്മളെപ്പോഴും കണ്ടീഷനുകൾ വെച്ചുകൊണ്ടേ വർത്താനം പറയാറുള്ളൂ ഞാൻ, അല്ലാതെ ഡേറ്റ വെച്ചുകൊണ്ട്, അല്ലാതെ അഡമൻ്റായിട്ട് കണ്ണടച്ച് ഇന്ന പാർട്ടി ജയിക്കും ഇന്ന പാർട്ടി ജയിക്കില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം പരിശോധിച്ചാൽ ഇപ്പോൾ ഇന്നലെ മുതൽ ഒരു അപ്പർ എഡ്ജ് വി മുരളീധരന് കഴക്കൂട്ടത്തുണ്ട്. ധാരാളം സർവേകളും തിരുവനന്തപുരത്ത് നിയമം പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു പടി മുന്നിലെങ്കിലും കഴക്കൂട്ടവും പറയുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും അവസാനത്തെ പുതിയ ഒരു രാഷ്ട്രീയമാണ്. മുരളീധരനാണ് ഇപ്പോൾ ഒരു മുൻതൂക്കത്തിൽ നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് കടകംപള്ളി വരാൻ, മൂന്നാം സ്ഥാനത്തേക്ക് ശരത്ചന്ദ്ര പ്രസാദ് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി അതിനെല്ലാം ഓവർടേക്ക് ചെയ്തുകൊണ്ട് സംസ്ഥാനത്താകെ ഒരു സുനാമി പോലെ UDF തരംഗം വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയും സംഭവിക്കാമല്ലോ. ഈ ഇലക്ഷനിൽ സുനാമി വരും. ആ സുനാമി വന്നു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം പോലെ വരുന്നതാണ്. അതിനകത്ത് എല്ലാവരും ഒഴുകിപ്പോകും. ആ ഒഴുക്കുണ്ടായാൽ ശരത്ചന്ദ്ര പ്രസാദ് തീർച്ചയായിട്ടും ജയിക്കും. നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല. അങ്ങനെ ഒഴുക്കുണ്ടായില്ലെങ്കിൽ, സ്പെസിഫിക്കാണ് കാര്യങ്ങളെങ്കിൽ, ഓരോ നദിയിലും ഓരോ പ്രവാഹം എന്ന് പറയുന്ന പോലെയുള്ള വളരെ സ്പെസിഫിക്കാണ് ഒഴുക്കെങ്കിൽ അവിടെ മുരളീധരൻ ജയിക്കാനുള്ളതാണ് എല്ലാ സാധ്യതകളും നീങ്ങുന്നത്.